ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. കുറേ ദിവസത്തെ പാളിപ്പോയ പ്ലാനിങ്ങിന് ശേഷം ലാസ്റ്റ് എങ്ങനോ ഒത്തു വന്നൊരു ട്രിപ്പാണിത്. രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങി. സത്യം പറഞ്ഞാൽ 7 മണി ആവുന്നത് വരെ ഈ ട്രിപ്പ് കൺഫേം അല്ല. ശരിക്കും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലെങ്കിൽ കൂടി ഒരുപാട് പ്രാവശ്യം പ്ലാനിങ്ങിൽ തന്നെ ഈ ട്രിപ്പ് മുടങ്ങി. യാത്ര തുടങ്ങുമ്പോൾ ഉള്ള ഒരു ആവേശം ഇല്ലേ, അത് കാറിൽ കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കാണത്തില്ല. കാറിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഞാൻ വോമിറ്റ് ചെയ്യത്തില്ല, എങ്കിൽ ഇപ്പൊ വോമിറ്റ് ചെയ്യും എന്നുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, അത് കാരണം ഞാൻ വീണു. എടുത്ത വീഡിയോയില് ഒറിജിനൽ വോയിസ് ഒന്നിലും ആഡ് ആക്കാൻ പറ്റത്തില്ല, എല്ലാത്തിലും മ്യൂസിക് ഉണ്ട്. വെറുതെ എന്തിനാ ഉള്ള കോപ്പിറൈറ്റ് എല്ലാം കൂടി വാങ്ങിച്ചു കൂട്ടുന്നത്. 3 കാറിലായിട്ട് ഈ പൊടിക്കുപ്പി സഹിതം 16 പേരാണ് ഞങ്ങൾ പോയത്. അതില് ഞങ്ങളുടെ കാറിൽ മാത്രമാണ് 3 പ്രോ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നത്. ആരെപ്പോ ഓടിക്കണമെന്നുള്ള അടിയായിരുന്നു അവര് തമ്മിൽ. ചെക്ക് പോസ്റ്റിന്റെ താഴെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ശരിക്കും അത് വെള്ളച്ചാട്ടം ആണോന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും അതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവർ താഴോട്ട് വിട്ടത്. അവിടെ ശരിക്കും ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇറങ്ങിയ എല്ലാ സ്പോട്ടിൽ നിന്നും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് തകർത്തിട്ടുണ്ട്. അതിന് നമുക്ക് നിർബന്ധമാണല്ലോ. ശരിക്കും ഇവിടെ എവിടെ ക്യാമറ വെച്ചാലും അവിടെ എല്ലാം അടിപൊളി ഫ്രെയിമാണ്. ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി. ആദ്യം കയറി ചെന്ന ടൈമില് നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തമ്മി കാണാൻ പറ്റാത്ത രീതിയിൽ വരെ കോട വന്നു തുടങ്ങി. മഴയായോണ്ടാവണം ഏറ്റവും മുകളിൽ ക്ലോസ്ഡ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് നൈസായിട്ടൊരു പണി കിട്ടിയത്. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ തള്ളി സ്റ്റാർട്ട് ആക്കേണ്ടി വന്നു. ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിയിൽ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. നല്ല ചൂട് മാഗി, ബ്രെഡ് ഓംലേറ്റ്, പൈനാപ്പിൾ, ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്. ഇതാണ് കേട്ടോ എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത ലാസ്റ്റ് ഫുട്ടേജ്. ഇതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിന്റെ പരിപാടി കഴിഞ്ഞു. ചാർജർ കൊണ്ടുപോഞ്ഞോണ്ട് തന്നെ പിന്നെ ഫോൺ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കേണ്ടി വന്നു.